അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബില്ലാഹി അമ്മാ ബഅദ്. പ്രിയ സഹോദരങ്ങളെ, ജബ്ബാറിൻ്റെ മറ്റൊരു വാചാട്ടോപ്പം ഖുർആനിൽ വൈരുദ്ധ്യമുണ്ട് എന്നാണ്. ഖുർആൻ ഇവിടെ ഉന്നയിച്ചിട്ടുള്ള അവകാശവാദം വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹി ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറ. ഈ ഗ്രന്ഥം ഖുർആൻ അത് അള്ളാഹുവിൽ നിന്ന് ആയിരുന്നില്ല എങ്കിൽ അതിൽ ധാരാളം വൈരുദ്ധ്യങ്ങൾ കാണാൻ പറ്റുമായിരുന്നു എന്നാണ്. ഖുർആനിൽ വൈരുദ്ധ്യമില്ല എന്നാണ് ഖുർആൻ ഉറപ്പിച്ച് പറയുന്നത്. എന്ന് മാത്രമല്ല, മറ്റൊരു കാര്യവും കൂടി ഖുർആൻ പറയുന്നുണ്ട്. മസാനി അള്ളാഹു നസ്സല അഹ്സനൽ ഹദീസ് കിതാബൻ മുതശാബിഹൻ മസാനിയ തഖ്ശഇറു മിൻഹു ജുലൂദുല്ലദീന യഖ്ശൗന റബ്ബഹും. ഈ ആയത്തിൽ, സൂറത്ത് സുമറിലെ ഈ ആയത്തിൽ വിശുദ്ധ ഖുർആൻ പറഞ്ഞത് അള്ളാഹുവാണ് അതിസുന്ദര വൃത്താന്തം അവതരിപ്പിച്ചിട്ടുള്ളത്. അള്ളാഹു നസ്സല അഹ്സനൽ ഹദീസ്, അത് കിതാബൻ മുതശാബിഹൻ, പരസ്പര സാമ്യമുള്ള ഒരു ഗ്രന്ഥം, മസാനി ആവർത്തിക്കപ്പെടുന്നത് എന്നാണ്. എന്നാൽ ഖുർആനിലെ വാക്യങ്ങൾ ഒന്നിന് അനുഗുണവും അതിൻ്റെ പൂരകവും എന്നതല്ലാതെ വിശുദ്ധ ഖുർആനിൽ ഒരിക്കലും യാതൊരു വൈരുദ്ധ്യവുമില്ല എന്നാണ് ഖുർആൻ പറയുന്നത്, അവകാശപ്പെടുന്നത്. ഇതിനെയാണ് ഇവിടെ ജബ്ബാറിനെ പോലുള്ള ആളുകൾ ചോദ്യം ചെയ്ത് ഖുർആനിൽ വൈരുദ്ധ്യങ്ങളുണ്ട് എന്ന് പറയുന്നത്. അതിന് അദ്ദേഹം ഉന്നയിക്കുന്ന ഒരു തെളിവ്, ഖുർആൻ പരലോകത്ത് മനുഷ്യനെ അള്ളാഹു നിഷേധികളായിട്ടുള്ള ആളുകളെ അന്ധരായി കൊണ്ടുവരും എന്ന് ഖുർആൻ പറയുന്നുണ്ട് എന്നതാണ്. അത് ഖുർആൻ പറയുന്നുണ്ടെന്നുള്ളത് ശരിയാണ്. അവിടെ അന്ധരായിട്ടുള്ള ആളുകൾ അള്ളാഹിനോട് ചോദിക്കുന്നൊരു ചോദ്യം ഖുർആൻ എടുത്തു ധരിക്കുന്നുണ്ട്. ലിമ ഹശർത്തനി അമ്മ, എന്താണ് നാഥ റബ്ബി ലിമ ഹശർത്തനി അമ്മ, എന്നെ എന്തുകൊണ്ടാണ് നീ അന്ധനായി ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്, അല്ലെങ്കിൽ പുനർജീവിപ്പിച്ചിട്ടുള്ളത്? അതിന് അള്ളാഹുവിൻ്റെ മറുപടി കദാലിക്, നിന്നെ അങ്ങനെ അന്ധനായിട്ടേ ഇവിടെ കൊണ്ടുവരൂ, കാരണം നീ എൻ്റെ ആയത്തുകൾ നിൻ്റെ മേൽ ഓതിക്കേൾപ്പിച്ചിരുന്നു, പക്ഷേ നീ എൻ്റെ ആയത്തുകൾ അവഗണിച്ചതുകൊണ്ട് കദാലിക്കൽ യൗമ തുൻസ, ഇന്ന് നിന്നെയും അവഗണിക്കുകയാണ് എന്ന് പറയും എന്നാണ്. മറ്റൊന്ന്, ഈ അന്ധനായിട്ടുള്ള മനുഷ്യനോട് തന്നെ അവിടെ വെച്ച് അവൻ്റെ കർമ്മരേഖ വായിക്കാൻ പറയും എന്ന് ഖുർആൻ പറയുന്നു എന്നാണ് ഈ വൈരുദ്ധ്യത്തിൻ്റെ കാരണമായിട്ട് ജബ്ബാർ പറയുന്നത്. അതും ഖുർആൻ പറഞ്ഞിട്ടുള്ളത് ശരിയാണ്. കിതാബക്ക എന്ന് ഏതൊരു മനുഷ്യനോടും പറയും, നിൻ്റെ രേഖ നീ വായിച്ചു നോക്കുക. കിതാബക് കഫാ ബി നഫ്സിക്കൽ യൗമ അലൈക ഹസീബ, ഇന്ന് നിന്നെ വിചാരണ ചെയ്യാൻ നീ തന്നെ ധാരാളമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് അന്ധനായൊരു മനുഷ്യൻ രേഖ വായിക്കാമെന്നാണ് ജബ്ബാറിൻ്റെ ചോദ്യം. ഇതിന് ജബ്ബാറിന് രണ്ട് സംഗതിയാണ് അതിൽ ജബ്ബാറിന് പറ്റിയ അബദ്ധം. ഒന്ന്, രണ്ട് ലോകത്തെ, പരലോകത്തെയും ഇഹലോകത്തെയും തമ്മിൽ താരതമ്യം ചെയ്തു എന്നുള്ളതാണ്. അതായത് ഇഹലോകത്തെ അതേ അവസ്ഥയാണ് പരലോകത്തും ഉണ്ടാവുക എന്നുള്ളതാണ് ജബ്ബാർ മനസ്സിലാക്കിയത്. അത് അദ്ദേഹത്തിൻ്റെ ഒരു അബദ്ധം. രണ്ടാമത്തേത്, ആധുനിക കാലഘട്ടത്തിലെ സംഭവവികാസങ്ങൾ അദ്ദേഹം മനസ്സിലാക്കുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഇന്ന് അന്ധരായിട്ടുള്ള ആളുകൾക്ക് ഗ്രന്ഥങ്ങൾ വായിക്കാൻ പാകത്തിൽ, അവർക്ക് വായിക്കാൻ പാകത്തിൽ ഗ്രന്ഥങ്ങൾ രചിക്കുകയും അതിന് പാകത്തിലുള്ള ലിപി സംവിധാനം ചെയ്യുകയും ഒക്കെ ചെയ്ത് അന്ധര് ഗ്രന്ഥങ്ങൾ വായിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ജബ്ബാറിൻ്റെ ഈ ചോദ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എന്തൊരു യുക്തിവാദമാണ് എന്ന് അദ്ദേഹം തന്നെ ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ മനുഷ്യനെ സംബന്ധിച്ച് മനുഷ്യനിൽ തന്നെ അള്ളാഹു സന്നിവേശിപ്പിച്ചിട്ടുള്ള ഒരുപാട് കഴിവുകളുണ്ട്. ആ കഴിവുകൾ അത് ഏത് രീതിയിൽ എപ്പോൾ എങ്ങനെ അത് പുറത്തെടുക്കണം എന്നുള്ളതും അള്ളാഹുവിനാണ് അറിയാം. അതുകൊണ്ട് പരലോകത്ത് ഗ്രന്ഥം വായിക്കാൻ പറയുന്നു എന്ന് പറഞ്ഞാൽ അന്ധനായി എന്നതുകൊണ്ട് മാത്രം അത് അസാധ്യമായിട്ടുള്ളൊരു സംഗതിയൊന്നുമല്ല. അല്ലെങ്കിലും ഇവിടെയുള്ള ഗ്രന്ഥങ്ങൾ പോലെയാണ് പരലോകത്ത് ഗ്രന്ഥം കൊണ്ടുവരിക എന്ന് വിശ്വസിക്കുന്നത് പോലും അബദ്ധമാണ്. കാരണം കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ്, കൂടുതലൊന്നും ആയിട്ടില്ല, കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മൾക്ക് വായിക്കണമെങ്കിൽ പുസ്തകങ്ങൾ വേണമായിരുന്നു. സാധാരണ നമ്മൾ പുസ്തകം എന്ന് പറയുന്ന അച്ചടി പുസ്തകങ്ങൾ
അല്ലെങ്കിൽ ആളുകൾ എഴുതി ഉണ്ടാക്കിയ പുസ്തകങ്ങളിലൂടെയാണ് നമ്മൾ പലതും വായിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ന് മനുഷ്യൻ കൂടുതലും വായിക്കുന്നത്, പുതിയ തലമുറ വിശേഷിച്ചും വായിക്കുന്നത് അങ്ങനെയുള്ള ഗ്രന്ഥങ്ങളല്ല. അവരുടെ മുമ്പിൽ ഇന്ന് മറ്റൊരു രീതിയിലാണ് ഗ്രന്ഥം പ്രത്യക്ഷപ്പെടുന്നത്. ആ ഗ്രന്ഥത്തിൽ ഒരു സ്വിച്ച് അമർത്തി ഇട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ട ഇതൊക്കെയും അതിൽ നിന്ന് പരതിയെടുക്കാനുള്ള യോഗ്യത, കഴിവടക്കം ഇന്നത്തെ ആധുനിക പുതുതലമുറ നേടിക്കഴിഞ്ഞിട്ടുണ്ട്. അതും മനുഷ്യൻ നിർമ്മിച്ചെടുത്തിട്ടുള്ളതാണ്, കണ്ടെത്തിയിട്ടുള്ളതാണ്. എന്നാൽ ഈ സംഗതി യഥാർത്ഥത്തിൽ മനുഷ്യനാണ് ഉണ്ടാക്കിയത്. ഇതൊക്കെ ഇവിടെ സംവിധാനിച്ചിട്ടുള്ളതാരാ? അത് ഇതിൻ്റെ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായിട്ടുള്ള അള്ളാഹു തന്നെയാണ്. അങ്ങനെയുള്ള അള്ളാഹുവിന് പരലോകത്ത് വരുമ്പോൾ ഈ അന്ധനായിട്ടുള്ള മനുഷ്യന് തൻ്റെ ഗ്രന്ഥം വായിക്കാവുന്ന ഒരു രീതി അപ്പോൾ അവിടെ വെച്ച് അവന് നൽകാൻ അള്ളാഹ്ക്ക് കഴിയും. അതാണ് അള്ളാഹു ഇന്നല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ് എന്ന് പറയുമ്പോൾ അത് കൂടി അതിൻ്റെ ആശയത്തിൽ വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് വച്ചിട്ടാണ് ജബ്ബാർ ഖുർആനിൽ വൈരുദ്ധ്യം ഉണ്ടെന്ന് പറയുന്നതെങ്കിൽ അദ്ദേഹത്തിന് തൻ്റെ വർത്തമാനകാല അവസ്ഥകൾ പോലും അദ്ദേഹം മറന്നു പോകുന്നു, അല്ലെങ്കിൽ അത് അംഗീകരിക്കാൻ കൂട്ടാക്കുന്നില്ല എന്നുള്ളതാണ് അതിലൂടെ മനസ്സിലാക്കേണ്ടത്. മറ്റൊന്ന്, മനുഷ്യൻ്റെ ബുദ്ധി എന്ന് പറയുന്നത് അത് തലച്ചോറിലാണ്, അത് ഹൃദയത്തിലല്ല. എന്നാൽ ഖുർആൻ പറയുന്നത് അത് ഹൃദയത്തിലാണ് എന്നാണ്. വലാകിൻ തഅമൽ ഖുലൂബുല്ലത്തി ഫി സുദൂർ, ഹൃദയത്തിലുള്ള കൽബിനാണ് അന്ധത ബാധിച്ചിട്ടുള്ളത് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഇവിടെ ഈ ആധുനിക ശാസ്ത്രം ഒന്നാമത് മനുഷ്യനെ പഠിച്ചിട്ടുള്ളത് പടച്ച തമ്പുരാണെങ്കിൽ ആ മനുഷ്യൻ്റെ കാര്യത്തിൽ പടച്ച തമ്പുരാൻ പറഞ്ഞത് മാത്രമാണ് പൂർണ്ണമായിട്ട് ശരിയാവുക. പിന്നെ ആധുനിക ശാസ്ത്രം എന്ന് പറയുന്നത്, ആധുനിക ശാസ്ത്രത്തിൽ വസ്തുതകളുണ്ട്, ചരിത്ര സത്യങ്ങളുണ്ട്, അതുപോലെ തന്നെ ശാസ്ത്ര നിഗമനങ്ങളുമുണ്ട്. ഇവിടെ മനുഷ്യൻ്റെ ഹൃദയവും അവൻ്റെ മസ്തിഷ്കവുമായിട്ട് ഈ കാര്യത്തിൽ യാതൊരു ബന്ധവുമില്ല. മനുഷ്യൻ്റെ മസ്തിഷ്കത്തിന് മാത്രമാണ് അവൻ്റെ ചിന്ത നടപ്പിൽ വരുത്തുന്നതിനും അത് പ്രയോഗിക്കുന്നതിലുമൊക്കെ സ്വാധീനമുള്ളത്. അവൻ്റെ ഹൃദയത്തിന് ഒരു കഴിവുമില്ല, അല്ലെങ്കിൽ അതിൽ പങ്കൊന്നുമില്ല എന്ന് ആധുനിക ശാസ്ത്രം തീർത്ത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടോ? ഇത് വ്യക്തമാക്കേണ്ടത് ജബ്ബാറാണ്. അങ്ങനെ വ്യക്തമാക്കിയിട്ടില്ലെങ്കിൽ അത് ശാസ്ത്രത്തിൻ്റെ ഒരു നിഗമനമാണ്. അതേ അവസരം ശാസ്ത്രം തന്നെ മറിച്ചും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നതാണ് നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള സംഗതി. അപ്പോൾ ശാസ്ത്രം ഇത് ഖണ്ഡിതമായി പറഞ്ഞു കഴിഞ്ഞുവോ, അത് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ വ്യക്തമാക്കേണ്ടത് ജബ്ബാറാണ്. പിന്നെ മറ്റ് കാര്യങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ കേവല ചിന്ത, ഈ ചിന്ത കൊണ്ട് മാത്രമാണോ മനുഷ്യൻ കാര്യങ്ങൾ അംഗീകരിക്കുന്നത്? ചിന്തിച്ച് കാര്യങ്ങൾ അംഗീകരിക്കുന്നു എന്നത് മാത്രമല്ല, മനുഷ്യൻ്റെ മനസ്സിന്, അവൻ്റെ ഹൃദയത്തിന് തീർച്ചയായിട്ടും ഇതിലൊക്കെ ബന്ധമുണ്ട്. അതുകൊണ്ടാണ് ചില രംഗങ്ങളിൽ അവൻ വൈകാരികമായി പ്രതികരിക്കുന്നതും, സംഗതികളെ ഉൾക്കൊള്ളുമ്പോൾ അവൻ്റെ മനസ്സിന് എന്താണ് ഹൃദയത്തിന് സന്തോഷം സംഭവിക്കുകയും അല്ലെങ്കിൽ ദുഃഖം തോന്നുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അള്ളാഹു ആ പറഞ്ഞതാണ് അതിൻ്റെ ശരി. എന്നാൽ ചിന്താപരമായിട്ട് പരിശോധിക്കുമ്പോൾ മനുഷ്യൻ്റെ മസ്തിഷ്കത്തിന് അതിൽ വലിയ പ്രാധാന്യമുണ്ട് എന്നുള്ളത് ഖുർആൻ തന്നെ അംഗീകരിച്ചിട്ടുള്ളതാണ്. അതാണ് സൂറത്ത് കലമിൽ ലനസ്ഫഅൻ ബിൻ നാസിയത്തിൻ കാദിബത്തിൻ ഖാതിഅ എന്ന് പറഞ്ഞിട്ടുള്ളത്. അവിടെ അതിനെപ്പറ്റി നമ്മൾക്ക് പിന്നീട് പറയാം, സൂറത്ത് അലക്കുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ. അപ്പോൾ മനുഷ്യനായി മാറ്റുന്നതിൽ അവൻ്റെ ഹൃദയത്തിനുള്ള പങ്കെന്താണ്? കേവലം അവൻ്റെ ചിന്തത്തിന് മാത്രമാണോ അതിൻ്റെ പങ്ക്? ഹൃദയം എന്ന് പറയുന്നത് മനുഷ്യനെപ്പോലെ തന്നെ കക്കും കരളും അതൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഉപകരണം യഥാർത്ഥത്തിൽ ഇവിടെ മനുഷ്യന് മാത്രമല്ല മറ്റ് ജീവജാലങ്ങൾക്കും ഉണ്ട്. മൃഗങ്ങൾക്കുണ്ട്, പക്ഷികൾക്കുണ്ട്, അവയ്ക്കൊക്കെ പറ്റിയ രീതിയിലുള്ള ഹൃദയങ്ങളുണ്ട്. പക്ഷേ മനുഷ്യനെപ്പോലെ ഇത് ഉപയോഗപ്പെടുന്നുണ്ടോ മറ്റ് ഇതര ജീവികൾക്ക് എന്നതും പരിശോധിക്കപ്പെടേണ്ട ഒരു സംഗതിയാണ്. പിന്നെ ഖുർആനിൽ ഇതുമായി ബന്ധപ്പെട്ട് പല പ്രയോഗങ്ങളുണ്ട്. നഫ്സ്, അഖ്ൽ, ഖൽബ്, തദ്കിറത്ത്, ഇങ്ങനെ ഒരുപാട് പ്രയോഗങ്ങൾ നമ്മൾക്ക്, തദബ്ബുർ, ഇങ്ങനെ ഒരുപാട് പ്രയോഗങ്ങൾ കാണാൻ കഴിയും. ഇതൊക്കെ ആയിട്ടുള്ള പരസ്പര ബന്ധമെന്താണ്, ഇതിൻ്റെ ഈ വൈവിധ്യം എന്താണ്, ഇതൊക്കെ പഠിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ മനസ്സ് അത് എവിടെയൊക്കെ വിഹരിക്കുന്നെന്നും
അത് ഏതൊക്കെ നിലയിൽ ഉപയോഗപ്പെടുത്തുന്നു എന്നൊക്കെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അത് മനഃശാസ്ത്രവുമായി കൂടി ബന്ധപ്പെട്ട ഒരു സംഗതിയാണ്. ആധുനിക ലോകത്ത് ഇത് ഖണ്ഡിതമായി തെളിയിക്കപ്പെട്ട് കഴിഞ്ഞൊരു സംഗതിയാണോ? മനുഷ്യന് അവൻ്റെ ബുദ്ധി എന്ന് പറയുന്നതിന് അവൻ്റെ ഹൃദയത്തിന് യാതൊരു പങ്കുതിയിലില്ല എന്നുള്ളത് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് ജബ്ബാറിനെ പോലുള്ള ആളുകൾ തന്നെയാണ് വ്യക്തമാക്കേണ്ടത്. അത് അവർക്ക് വ്യക്തമാക്കാൻ കഴിയാത്ത കാലത്തോളം ഇന്നും ആ രംഗത്ത് ശാസ്ത്രം പഠനം തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നാണെങ്കിൽ എന്തടിസ്ഥാനത്തിലാണ് ജബ്ബാറിനെ പോലുള്ള ആളുകൾ ഇവിടെ ഖുർആന് വൈരുദ്ധ്യമുണ്ട് എന്ന് പറയുന്നത്? അപ്പോൾ തങ്ങളുടെ കേവലമായിട്ടുള്ള ഷാഠ്യബുദ്ധി അതുപയോഗിച്ചുകൊണ്ട് ഖുർആനെ എങ്ങനെയെങ്കിലും അവമതിക്കണം എന്നതിൽ കവിഞ്ഞ യാതൊരു താല്പര്യവും അല്ലെങ്കിൽ യാഥാർത്ഥ്യബോധവും ഈ കൂട്ടർക്കില്ല എന്നാണ് ഇതിലൂടെ നാം മനസ്സിലാക്കേണ്ടത്.